കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. നീ എന്താ ഇതുവരെ ഉറങ്ങാത്ത ബുജി? പോയി കിടന്ന് ഉറങ്ങു ബുജി. എനിക്ക് ഉറക്കം വരുന്നില്ല ചേച്ചി. നല്ലൊരു അവസരം ഇവ നഷ്ടമാക്കുന്നത്. ആദ്യം നീ ഒന്ന് പോയി തവിടുന്ന. നമുക്ക് രണ്ടുപേർക്ക് വെച്ചിരുന്നേരം ബോള് കൊണ്ട് കളിക്കാൻ ചേച്ചി. വാ ചേച്ചി, വാ ചേച്ചി. എനിക്ക് വേറെ ജോലിയുണ്ട് ഇവിടെ. നീ പോയി കളിച്ചോളൂ ബുജി. ഇപ്പൊ വേറെ പണിക്കൊന്നും പോകണ്ട, ഇപ്പൊ നമുക്ക് കളിക്കാം. വാ. ഇവനെന്താ ഇങ്ങനെ മാറാതെ ഇവിടെ തന്നെ നിൽക്കുന്നത്? വാ ചേച്ചി, നമുക്ക് കളിക്കാം. വാ വാ ചേച്ചി. അവക്ക് ജോലി ഉണ്ടെന്നല്ലേ പറഞ്ഞത്? നീ തന്നെ പോയി അടിക്ക. മല്ലി അവളുടെ ജോലി എന്താന്ന് വെച്ചാ പോയി ചെയ്യട്ടെ. ഒരു കാര്യം ചെയ്, നമുക്ക് രണ്ടുപേർക്കും പോയി കളിക്കാം. വേണ്ട വേണ്ട, എനിക്ക് ഉറക്കം വരുന്നു, ഞാൻ പോകുന്നു. അവന്റെ പോയി മല്ലി. എന്തോ ജോലി ചെയ്യാനുണ്ടെന്ന് പറഞ്ഞില്ലേ, അത് പോയി വേഗം ചെയ്യുമല്ലേ. അർജുൻ, അർജുൻ. മല്ലി, നീ എന്താ ഇവിടെ നിൽക്കുന്നേ? മല്ലി, നീ പോന്നു? നീ വന്നത് അറിഞ്ഞില്ല. വന്നിട്ടെന്താ ഇങ്ങനെ സൈലന്റ് ആയിട്ട് നിൽക്കുന്നത്? നമ്മുടെ റൂമില് നീ എന്ത് ചെയ്തോണ്ടിരിക്കാ മല്ലി? പറയും മല്ലി, എന്താ ഒന്നും മിണ്ടാത്തത്? അത് പിന്നെ ഭവാനി, ഞാൻ രാവിലെ നിങ്ങളുടെ രണ്ടുപേരോടും ഞാൻ കുറച്ച് ദേഷ്യത്തിലല്ലേ സംസാരിച്ചത്. അങ്ങനെയൊന്നും ഞാൻ പറയാൻ പാടില്ലായിരുന്നു. എന്റെ തെറ്റിന് ക്ഷമ ചോദിക്കാനാ ഞാനിവിടെ വന്നത്. ഞാൻ അങ്ങനെയൊക്കെ സംസാരിച്ചത് തെറ്റാണ്. എന്നോട് ക്ഷമിക്കണം. അയ്യോ, ഞങ്ങൾക്ക് രണ്ടുപേർക്കും നല്ലത് മാത്രം വരണമെന്ന് ചിന്തിക്കുന്ന ആളാ നീ. അങ്ങനെയുള്ള നീ ഞങ്ങളോട് സോറി ഒന്നും ചോദിക്കണ്ട. വെറുതെ ഓരോന്ന് ചിന്തിച്ച് കോംപ്ലിക്കേറ്റഡ് ആക്കണ്ട. നീ അങ്ങനെയൊക്കെ സംസാരിച്ചതിന് ഞങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ. എന്തോ വലിയൊരു തെറ്റ് ചെയ്തതുപോലെ ഇങ്ങനെ ഫീൽ ചെയ്യേണ്ട കാര്യമൊന്നുമില്ലല്ലോ. മുമ്പ് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, നാഗമാതാവ് എന്റെ അർജുനെ കൊല്ലാൻ ശ്രമിച്ചപ്പോ അന്ന് നീ അവിടെ ഉണ്ടായിരുന്നു. ഇന്നും ആ കാട്ടില് അർജുന്റെ കൂടെ നീയും ഉണ്ടായിരുന്നു. എന്റെ അർജുൻ ഓരോ തവണ ആപത്ത് സംഭവിക്കുമ്പോഴും അപ്പോഴെല്ലാം നീ കൂടെ ഉണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് അങ്ങനെയൊക്കെ സംഭവിക്കുന്നെന്ന് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല.
ചിലപ്പോഴൊക്കെ അങ്ങനെ സംഭവിക്കാറുണ്ട് ഭവാനി. ശരി മല്ലി, നിന്റെ പനീന്ദ്രൻ എങ്ങനെയുണ്ട്? നീ കാരണം എന്റെ പ്രഭു ഇപ്പോ മരണശയ്യയിലാണ് അർജുൻ. നിന്നെ കൊന്നാ മാത്രമേ അദ്ദേഹത്തെ രക്ഷിക്കാൻ കഴിയുള്ളൂ. അദ്ദേഹത്തെ കണ്ടിട്ട് കുറച്ച് നാളായി. പനീന്ദ്രനെ കണ്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണമായിരുന്നു. നാളെ നീ വരുമ്പോ പനീന്ദ്രനെയും കൂട്ടിക്കൊണ്ടുപോവാ. അത് പിന്നെ അദ്ദേഹം നാട്ടിലില്ല. എപ്പോഴാ എത്തുക എന്നും എനിക്കറിയില്ല. മല്ലി, ഭവാനി റൂമിൽ ചെന്ന ഉടനെ തന്നെ പാമ്പായി പോയ നാഗമാതാവ് മല്ലിയായി തിരിച്ചു വന്നു വെച്ചു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം അർജുൻ ഇപ്പോഴെങ്ങും ചാകത്തില്ലെന്നല്ലേ? അവന്റെ കയ്യിൽ ഏലസ് ഇല്ലാത്തത് കൊണ്ട് അടുത്ത തവണ എന്തായാലും നാഗമാതാവ് ഉറപ്പായി അവനെ കൊന്നിരിക്കും. പക്ഷെ ഇങ്ങനെ കാത്തിരിക്കേണ്ടി വരുന്നതാ ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. ഭവാനി, നീ എന്താ ആലോചിക്കുന്നത്? എന്തു പറ്റി? മല്ലിയുടെ കാര്യം ആലോചിച്ചത് അർജുൻ. മല്ലിയെ പറ്റി ആലോചിക്കുന്നു? എന്തിന്? നമ്മുടെ പഴയ മല്ലിക്കും ഇപ്പൊ കാണുന്ന മല്ലിക്കും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് അർജുൻ. അവളുടെ സംസാരം, അവളുടെ രീതി, എല്ലാത്തിനും കുറച്ച് വ്യത്യാസമുള്ളതുപോലെ. തീർച്ചയായും ഇതിന് പിന്നിൽ എന്തോ ഒരു കാര്യമുണ്ട്. എന്താ ഏട്ടാ ഒരു ടെൻഷൻ പോലെ? എന്തിനെ കുറിച്ച് എങ്ങനെ ചിന്തിക്കുന്നേ? ഭവാനിയെ പറ്റി ആലോചിച്ചതാ. എനിക്ക് ഓർമ്മ വെച്ച കാലം മുതല് ഭവാനി എന്ന് സന്തോഷമായിട്ടിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. അവരുടെ ഭാവികാലം വളരെ സന്തോഷകരമായിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. നമ്മുടെ അച്ഛനും മുത്തശ്ശിയും അവരുടെ ഭാവികാലം നന്നാവാൻ വേണ്ടി ഉള്ള ക്ഷേത്രങ്ങളൊക്കെയും പൂജയും വഴിപാടുകളും ഒക്കെ നടക്കുമായിരുന്നു. എന്നാ ഇപ്പൊ എന്റെ അനുചിത്തിയുടെ ജീവിതം ഉത്തരമില്ലാത്ത ചോദ്യം പോലെ എന്നെ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുക. അർജുനും ഭവാനിയും പരസ്പരം ജീവന തുല്യം സ്നേഹിക്കുന്നുണ്ട്. അർജുൻ എന്തെങ്കിലും സംഭവിച്ചു പോയാ എന്റെ ഭവാനി ജീവനോടെ ഇരിക്കില്ല. എന്നാൽ എന്റെ അനുജത്തിക്ക് എന്തെങ്കിലും സംഭവിച്ച പിന്നെ ഞാനും ജീവനോടെ ഉണ്ടാവില്ല കൗസല്യ. അങ്ങനെയൊന്നും പറയില്ല ഏട്ടാ. ഞാനും മരിക്കും. ഏട്ടന് മാത്രമല്ല, നാഗമ്മ അർജുൻ എന്തെങ്കിലും ചെയ്യുമെന്ന് എല്ലാവർക്കും നല്ല ഭയമുണ്ട്. പക്ഷെ ഭവാനിയുടെ ജാതക പ്രകാരം അവള് ദീർഘസുമംഗലിയായി ഇരിക്കുന്ന കാര്യം ഏട്ടൻ മറന്നോ? അതെ ഏട്ടാ, ഭവാനിയുടെ ജാതകം വിശേഷപ്പെട്ടതായതുകൊണ്ട് ദൈവാനുഗ്രഹം ലഭിച്ച് അവൾക്ക് നാഗമാതാവിനെ എതിർത്ത് അർജുനെ തുടർച്ചയായി രക്ഷിക്കാൻ കഴിയുന്നുണ്ട്. ഭവാനിക്ക് ഒന്നും സംഭവിക്കില്ല. അവൾ പ്രാർത്ഥിക്കുന്ന ദൈവം തന്നെ അവളെ രക്ഷിക്കും. ഏട്ടൻ ഇങ്ങനെ വിഷമിക്കാതെ. ഏട്ടനിങ്ങനെ കാണുമ്പോ എനിക്കത് സഹിക്കാൻ പറ്റുന്നില്ല. ഭവാനി ചെയ്ത പൂജയൊന്നും വെറുതെ ആകില്ല. ഉറപ്പായും ദൈവങ്ങൾ അവളെ കൈവിടില്ല എന്നൊരു വിശ്വാസം എനിക്കുണ്ട്.
അമ്മ. മോളെ, ആരാ നീ? ഞാൻ ആരാന്ന് അമ്മയ്ക്ക് അറിയില്ലേ? എന്നെ കണ്ടിട്ട് അമ്മയ്ക്ക് മനസ്സിലായില്ലേ? ഞാനാണ് അമ്മയുടെ പൊന്നു മോള്. നീ എന്റെ മോളാണെന്നോ? അതെ അമ്മേ. നീ എങ്ങനെയാ എന്റെ മോളാവുന്നത്? ഞാൻ അമ്മയുടെ മോളായത് കൊണ്ടാ ഞാൻ അമ്മയെന്ന് വിളിക്കുന്നത്. നീ എന്താ ഈ പറയുന്നത്? ഞാൻ എങ്ങനെയാ നിന്റെ അമ്മയാവുന്നത്? ഇത് തന്നെ എന്റെ അമ്മ. എന്നെ കാണാൻ മോളുടെ അമ്മയെ പോലെയാണോ? കണ്ട അമ്മേനെ പോലെ അല്ലെങ്കിലും നിങ്ങൾ തന്നെ എന്റെ അമ്മ. വളരെ നന്നായിട്ട് സംസാരിക്കുന്നുണ്ടല്ലോ. അത് പിന്നെ ഈ സമയത്ത് എങ്ങനെ ഇവിടെ വന്നത്? എന്റെ വീട്ടിൽ എങ്ങനെയാ വന്നതെന്ന് മോളെ വീട്ടിൽ കാണാഞ്ഞിട്ട് മോളുടെ അമ്മയും അച്ഛനും സങ്കടപ്പെടുന്നുണ്ടാവും. ഞാൻ മോളുടെ വീട്ടിൽ കൊണ്ടുവിടാം. മോളുടെ വീട് എവിടെയാ അത് പറയേ. ഇനി വേറെ എങ്ങോട്ടാ എന്നെ കൂട്ടിക്കൊണ്ടു പോണേ? ഞാൻ തന്നെയാ അമ്മയുടെ മോള്. എന്നെ പോലെ ഒരു മോള് അമ്മക്ക് ജനിക്കണമെന്ന് വിചാരിച്ച് അമ്മ എനിക്ക് ഉമ്മ തന്നിട്ടുണ്ടല്ലോ. മറന്നുപോയോ അമ്മേ? നന്നായിട്ട് ഓർത്തു നോക്കമ്മേ. അർജുൻ, she is so cute. ഈ സുന്ദരിക്കുട്ടി തന്നെ എനിക്ക് മകളായി ജനിക്കണം. ഈ കുട്ടി തന്നെ എന്റെ മോള്. ഞാനാണ് അമ്മയുടെ മോളെന്ന് പറഞ്ഞത് കൊണ്ട് ഇത് തന്നെയല്ലേ എന്റെ അമ്മ. ഞാൻ അമ്മയുടെ മോളായിട്ട് ജനിച്ച് അമ്മയുടെ അടുത്തേക്ക് എനിക്ക് വരണം അമ്മേ. മോളെ, പക്ഷെ അച്ഛന് ദോഷമുള്ളത് കൊണ്ട് എനിക്ക് അമ്മയുടെ വയറ്റിൽ വരാൻ കഴിയില്ല. ദോഷത്തിൽ നിന്ന് അമ്മ തന്നെ രക്ഷിക്കണം അമ്മേ. അമ്മ അച്ഛനെ രക്ഷിച്ചാല് എനിക്ക് അമ്മയുടെ അടുത്തേക്ക് വരാൻ കഴിയുള്ളൂ. അമ്മക്ക് അച്ഛനെ രക്ഷിക്കാൻ കഴിയില്ലെങ്കിൽ എനിക്കും വരാൻ കഴിയില്ല. എനിക്ക് അമ്മേനോട് കളിക്കണമെന്ന് ആഗ്രഹമുണ്ട് അമ്മേ. എങ്ങനെയെങ്കിലും അച്ഛനെ രക്ഷിക്കാമേ. മോളുടെ അച്ഛന് എന്തൊക്കെ ദോഷങ്ങൾ ഉണ്ടായാലും ശരി, അതിൽ നിന്നൊക്കെ അമ്മ രക്ഷിക്കും മോളെ. അമ്മ രക്ഷിക്കും. എന്റെ മോള് കൂടെ തന്നെ ഉണ്ടാവണം, എപ്പോഴും ഉണ്ടാവണം. കേട്ടോ മോള്? മോളെ, 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 മോളെ.
മോളെ 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 മോളുടെ അച്ഛനെ ഞാൻ എപ്പോഴും സംരക്ഷിക്കും മോളെ. അമ്മ തന്നെ സംരക്ഷിച്ചോളാം കേട്ടോ. നാഗമാതാവ് എങ്ങനെയെങ്കിലും അച്ഛനെ കൊല്ലാൻ ശ്രമിച്ചോണ്ടിരിക്കുക. നാഗമാതാവിൽ നിന്ന് അർജുനെ എങ്ങനെയും രക്ഷിക്കണം. രക്ഷിച്ചേ മതിയാകൂ. എനിക്ക് രക്ഷിക്കണം. എന്നെ കണ്ടിട്ട് അമ്മയ്ക്ക് മനസ്സിലായില്ലേ? ഞാനാണ് അമ്മയുടെ പൊന്നു മോള്. എന്നെ കാണാൻ മോളുടെ അമ്മയെ പോലെയുണ്ടോ? കണ്ട അമ്മേനെ പോലെ അല്ലെങ്കിൽ നിങ്ങൾ തന്നെ എന്റെ അമ്മ. ഞാൻ അമ്മയുടെ മോളായിട്ട് ജനിച്ച് അമ്മയുടെ അടുത്തേക്ക് എനിക്ക് വരണം അമ്മേ. പക്ഷെ അച്ഛന് ദോഷമുള്ളത് കൊണ്ട് എനിക്ക് അമ്മയുടെ വയറ്റിൽ വരാൻ കഴിയില്ല. എങ്ങനെയെങ്കിലും അർജുനെ നാഗമാതാവിൽ നിന്ന് സംരക്ഷിക്കണം. അതിനുവേണ്ടി ഞാൻ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ദോഷത്തിൽ നിന്ന് അമ്മ തന്നെ രക്ഷിക്കണം അമ്മേ.
രക്ഷിച്ചാല് എനിക്ക് അമ്മയുടെ അടുത്തേക്ക് വരാൻ കഴിയുള്ളൂ. ശകുന്തള, എന്താ മുത്തശ്ശി, എന്താ കാര്യം? സാൻവി അവളുടെ ഭർത്താവും ഇന്നലെ രാത്രി തിരിച്ച് നാട്ടിലേക്ക് പോയതല്ലേ? വിശേഷങ്ങൾ വല്ല അറിയാൻ ഫോൺ വിളിച്ചോ? അവര് കൃത്യമായിട്ട് അങ്ങ് എത്തിയോ? അവർ ഇരുട്ടുന്നതിന് മുന്നേ അങ്ങെത്തി. അമ്മാവരെന്നെ വിളിച്ച് പറഞ്ഞായിരുന്നു. ഓ ആണോ? ആ ആ ശരി, ഓക്കെ. ജോലി ഒരുപാട് പെൻഡിങ് ഉണ്ടല്ലേ? ശരി, പുതിയ പ്രോജക്റ്റ് കുറച്ചുകൂടെ ശ്രദ്ധിച്ചൊന്ന് ഹാൻഡിൽ ചെയ്യണം കേട്ടോ. പിന്നെ ഞാൻ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക ചേച്ചി. പിന്നെ ഇതിനിടയിൽ എന്തെങ്കിലും അർജൻസി ഉണ്ടെങ്കിൽ കോൾ ചെയ്യാൻ പഠിക്കണ്ട. ഓക്കെ, ബൈ. ആരാ മോനെ, നിന്റെ ചേച്ചിയാണോ? അതെ മുതശ്ശി, ചേച്ചിയാ കോൾ ചെയ്തത്. ഞാനിവിടെ വന്നിട്ട് ഒരുപാട് നാളായില്ലേ. ഓഫീസിൽ ഒരുപാട് ജോലി പെൻഡിങ്ങില്ല. ഞാൻ അവിടെ ഉണ്ടെങ്കിൽ ചേച്ചിക്ക് അതൊരു ഹെൽപ്പായനെ. അളിയാൻ പോകേണ്ട ആവശ്യമൊന്നുമില്ല. അത് മാത്രമല്ല, സാൻവിയെ ഹെൽപ്പ് ചെയ്യാൻ ഏട്ടനും അമ്മാവനൊക്കെ അവിടെ ഉണ്ടല്ലോ. അവരൊക്കെ ഉണ്ട്, പക്ഷേ അവരൊക്കെ ഉണ്ടെന്നല്ല, അവരൊക്കെ അവിടെ തന്നെ ഉണ്ട്. ഓഫീസൊക്കെ എന്നും അവിടെ ഉള്ളതല്ലേ, അതവര് നോക്കിക്കോളും. ഇങ്ങോട്ട് നോക്ക്, നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് അധികം നാളൊന്നും ആയിട്ടില്ല. എന്തെങ്കിലും ഒരു നല്ല കാര്യം വരുന്നതിന് മുമ്പേ ഓഫീസിലേക്ക് പോകുന്നത് എന്തിനാ? ഇങ്ങനെയൊക്കെ പറഞ്ഞാ ഞാൻ വെറുതെ ഇരിക്കില്ല കേട്ടോ. എന്താ മുത്തശ്ശി ഇത്? എന്റെ മുന്നിൽ വെച്ച് തന്നെ എന്റെ ഭർത്താവിന് വാണിംഗ് കൊടുക്കുന്നോ? എന്റെ ഭർത്താവിനെ എന്തെങ്കിലും പറഞ്ഞാ ഞാൻ മിണ്ടാതിരിക്കില്ല. ആ അത് കൊള്ളാലോടി, നീ ഇപ്പൊ എനിക്ക് വാണിങ്ങി തരാൻ തുടങ്ങിയോ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നിന്റെ കഴുത്തി താലി കെട്ടി നിന്റെ ഭർത്താവുന്നതിന് മുമ്പേ അവൻ എന്റെ കൊച്ചുമോനാണെന്ന കാര്യം നീ മറക്കണ്ട. ഞാൻ പറഞ്ഞത് കേട്ടില്ലെങ്കിൽ അവന്റെ കാല് തല്ലി ഒടിക്കാനുള്ള അധികാരം വരെ എനിക്കുണ്ട്. അടിപൊളി മുത്തശ്ശി, സൂപ്പർ ഡയലോഗ് അടിച്ചത്. എന്റെ അളിയന്റെ കാലടിച്ചടിച്ച കഷ്ടപ്പെടാൻ പോകുന്നത് മുത്തശ്ശി തന്നെയാ. എന്നാ ശരി ശരി, വേണ്ട വേണ്ട. അല്ലെങ്കിൽ പിന്നെ ഇവന്റെ ചെവി പിടിച്ചു തിരിക്കാം. മുത്തശ്ശി, മുത്തശ്ശി, അർജുനെ വിട്. എന്താ ഇതൊക്കെ? ഒന്നും ചെയ്യാൻ പാടില്ലെന്ന് പറഞ്ഞതല്ലേ? കേട്ടല്ലോ, ഞാൻ പറഞ്ഞതനുസരിച്ചാ കൊള്ളാം.